പൂജ ഖേദ്കറിനെ പിരിച്ചുവിട്ടു. സിവിൽ സർവീസ് പരീക്ഷാ അപേക്ഷയിൽ തട്ടിപ്പ് നടത്തിയ പൂജ ഖേദ്കർ കേന്ദ്ര സർക്കാർ സർവീസിൽ നിന്നും അങ്ങനെ പുറത്തായിരിക്കുകയാണ്. ബി ബാലഗോപാലുണ്ട് വിവരങ്ങളുമായി. ബാലു, എന്തൊക്കെ ഗുരുതര കണ്ടെത്തലാണ് ഉണ്ടായത്? നടപടി ഇപ്പോൾ വരുമ്പോൾ വിവരങ്ങൾ. പ്രതീക്ഷ സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്ന സമയത്ത് ഈ OBC സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഈ ഡിസബിലിറ്റി കോട്ടയുടെ ഈ നേട്ടം ലഭിക്കുന്നതിന് വേണ്ടി ഹാജരാക്കിയ സർട്ടിഫിക്കറ്റും പൂജ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്ന് അടിയന്തരമായി ഉടനടി തന്നെ ഈ പൂജ ഖേദ്കറെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. 1954 IAS പ്രൊബേഷൻ റൂൾസിലെ ചട്ടം 12 പ്രകാരമാണ് പൂജ ഖേദ്കറുടെ ഇപ്പോൾ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ ചട്ടം 12 പ്രകാരം ഏതെങ്കിലും തരത്തിൽ ഈ പ്രൊബേഷൻ കാലാവധിയുടെ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഈ നടപടികൾ, അതായത് സർവീസിന് യോജിക്കാത്ത തരത്തിലുള്ള നടപടികളോ മറ്റോ കാണിക്കുകയാണെങ്കിൽ അവരെ പിരിച്ചുവിടാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നതാണ് ഈ IAS പ്രൊബേഷൻ റൂൾസിലെ 12ാം ചട്ടം. ഈ ചട്ടപ്രകാരമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പൂജ ഖേദ്കറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നത്. ഈ നേരത്തെ UPSCയും പൂജ ഖേദ്കറിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു. ഭാവിയിൽ ഉള്ള പരീക്ഷകൾ എഴുതുന്നതിന് ഈ പൂജയെ വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് UPSC പുറത്തിറക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളൊക്കെ നേരത്തെ തന്നെ പൂജ ഖേദ്കർ ഈ നിഷേധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടിയും കേന്ദ്ര സർക്കാരിന്റെ ഈ കണ്ടെത്തൽ, ഈ 2 സുപ്രധാനമായ സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി ഹാജരാക്കി എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർവീസിൽ നിന്ന് അടിയന്തരമായി പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ശരി, ബി ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.